മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ, ജാൻമണി, അതേപോലെ തന്നെ ഡോക്ടർ ചിന്ത ജെറോം ഇവരൊക്കെയാണിപ്പോ മന്ത്രി രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷം നടത്തി രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ ജാൻമണിയൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തെറി വിളിച്ചു എന്നുള്ളതിലേക്കൊക്കെ തന്നെ നമുക്ക് വരാം. ആദ്യം തന്നെ ഇവർ ഓരോരുത്തരും എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരൊക്കെ കരുതുന്നത് ഇവരൊക്കെ വലിയ കപ്പ് നേടിയെന്ന. യഥാർത്ഥത്തിൽ കപ്പുമായിട്ട് പോയിട്ടുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ളത് വിവേകമുള്ള മലയാളികൾ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിനെ കുറിച്ചൊക്കെ വലിയ ഡയലോഗ് അടിച്ച് രാഹുൽ ഗാന്ധിയാണ് വിജയിച്ചത് എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. എന്റെ ലളിതമായ ചോദ്യ, ഈ രാജിവെച്ചതിനെ കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള എന്തെങ്കിലും യോഗ്യത രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ? ഞാൻ വ്യക്തിപരമായിട്ടൊന്നും തന്നെ കടന്നു കയറുന്നില്ല, മറിച്ച് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയത്തിന്റെ നെറികേട് കൃത്യമായിട്ടൊന്ന് മുന്നോട്ട് വെക്കാം. ഒരു BJP-ക്കാരോ ഒരു CPM-കാരോ ചെയ്തതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് കോൺഗ്രസ് എന്ന പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അംഗത്വം പോലും രാജിവെപ്പിച്ച്, ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്ഷിപ്പ് പോലും രാജിവെപ്പിച്ച സമയത്ത് പോലും കോൺഗ്രസിനോട് പോലും രാഹുൽ മാങ്കൂട്ടത്തില് നെറുകേട് ചെയ്തിട്ടില്ലേ? കാരണം കോൺഗ്രസിന്റെ MLA ആയിട്ട് ഈ രാഹുൽ തുടർന്നിട്ടില്ലേ? അതായത് കോൺഗ്രസിന്റെ AICC-യോ സകല ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് പ്രഖ്യാപിച്ചിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ആ സ്ഥാനത്ത് തുടർന്ന് മുന്നോട്ട് പോയിട്ടില്ലേ? ആ രാഹുൽ മാങ്കൂട്ടത്തില് ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് എന്റെ രാജ്യത്തിന് വേണ്ടി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ച് ഒരക്ഷരം പറയാനുള്ള യോഗ്യത രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ? പിന്നെ രാഹുൽ ഗാന്ധിയാണ് ഇതില് വിജയിച്ചത് എന്നൊക്കെ പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഉളുപ്പുണ്ടോ? ലളിതമായ ചോദ്യ. രാഹുൽ ഗാന്ധി ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ ഒരു പാർട്ടി രൂപീകരിച്ചത് പോലും? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്നുകൊണ്ട് ഈ പറയുന്ന യുവാക്കൾക്ക് സമരം ചെയ്താൽ പോരായിരുന്നോ? അത് ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധി ഒന്നിനും കൊള്ളില്ല, കോൺഗ്രസ് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ യുവാക്കള് സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്, കോക്രോച്ച് ജനതാ പാർട്ടിക്കാര്. അതായത് രാഹുൽ ഗാന്ധി എട്ടുകാലി മമ്മൂഞ്ഞിന് സമമാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിവേകമുള്ളവർ എതിർക്കോ? നാണമില്ല രാഹുൽ ഗാന്ധിയാണ് ഇത് വിജയിപ്പിച്ചത് എന്നൊക്കെ വിളിച്ചു പറയാൻ, നിങ്ങളുടെ പാർട്ടിയുടെ പോക്കറ്റിലേക്ക് ഇടാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇനി മേലാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനാധിപത്യത്തിനെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയാൻ ഉളുപ്പുണ്ടെങ്കിൽ പറയരുത്. ഉളുപ്പില്ലാത്തവർക്ക് അതിരിയും തുടരാം. കാരണം ജനാധിപത്യപരമായിട്ട് കോൺഗ്രസ് ഒരു കാലത്ത് പോലും ഒരു സമരത്തെയും അംഗീകരിക്കാത്തത് കൊണ്ടാണ് മൻമോഹൻ സിംഗ് സർക്കാർ അടപടലം വീണിട്ടുള്ളതോ നരേന്ദ്രമോദി സർക്കാർ പിന്നീട് വന്നതോ 3ാം ടേം രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നതോ ഇനി 4ാം ടേം ഈ സമരത്തിലൂടെ തന്നെ ഉറപ്പിച്ചത് എന്നുള്ളതൊക്കെ വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയാം. ഇനി നമുക്ക് ജാൻമണിയെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഈ ജാൻമണി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. എനിക്ക് ഇവരോട് യഥാർത്ഥത്തിൽ സഹതാപമാണ് തോന്നുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ സുഡാപ്പികളായിട്ടുള്ള ആളുകള് ഇവരുടെയൊക്കെ കമന്റ് ബോക്സിൽ ഇവരെ വ്യക്തിപരമായിട്ട് നിരന്തരം ഒരുപാട് തോന്നിയത് വിളിച്ചു പറയാറുണ്ട്. ഇവരെന്തെങ്കിലും നടന്നു പോകുന്നതായിക്കൊള്ളട്ടെ, ഇവരെന്തെങ്കിലും സംസാരിക്കുന്നതായിക്കൊള്ളട്ടെ, ഇതിനൊക്കെ വലിയ രീതിയിൽ ഇവരെ സുഡാപ്പികൾ തോന്നുന്നത് വിളിച്ചു പറയാറുണ്ട്. എനിക്ക് ആ കമന്റ് ഒക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ സഹതാപം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ജാൻമണി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കിളവനെന്നും അതേപോലെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തമ്പാക്ക് വെക്കുമെന്നൊക്കെ പറയാൻ എങ്ങനെയാണ് തോന്നുന്നത്? ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ നരേന്ദ്രമോദി എന്ന് പറയുന്നത്? അദ്ദേഹത്തെ കിളവൻ എന്ന് പറയാനും അദ്ദേഹത്തിനെതിരെ തോന്നിയതൊക്കെ പറയുമ്പോ ഈ ജാൻമണി എന്ന് പറയുന്ന വ്യക്തി
എത്രത്തോളം നിലവാരമില്ലായ്മയിലേക്കാണ് ഈ മറിഞ്ഞു വീണിട്ടുള്ളത്. നിങ്ങൾ ആരെയാണോ പ്രീണിപ്പിക്കുന്നത് അവരായിരുന്നു നിങ്ങളെ ഇത്രയും കാലം നിങ്ങളുടെ കമന്റ് ബോക്സുകളിൽ നിങ്ങളുടെ വീഡിയോ വരുന്ന സകല സ്ഥലത്ത് വന്ന് തോന്നിയത് വിളിച്ചു പറഞ്ഞിരുന്നത്. ആ കമന്റുകളൊക്കെ കണ്ട് സഹതാപം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാ, വിഷമം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാ. ഞാൻ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുക. വിതച്ചതേ കൊയ്യൂ എന്നൊക്കെ പറയുന്നത് ഇതിനെയാണോ? നിങ്ങൾ തോന്നിയത് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പുകൾ രേഖപ്പെടുത്താം. നിങ്ങൾ പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പിന്തുണക്കണമെന്നും യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താം. അത് ജനാധിപത്യത്തിന്റെ മഹത്വം തന്നെയാ. പക്ഷെ അത് തെറി പറഞ്ഞുകൊണ്ടാവരുത്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ആര് വന്നു കഴിഞ്ഞാലും അവരെ തെറി വിളിക്കുന്നത് ഈ രാജ്യത്തിനെതിരെ ചെയ്യുന്ന രാജ്യദ്രോഹം തന്നെയാ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഏത് പാർട്ടിക്കാരൻ വരട്ടെ, ആ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായിട്ട് ആരെന്ത് വിളിച്ചു പറഞ്ഞാലും അത് രാജ്യദ്രോഹം തന്നെയാ. ഈ ജാൻമണി യഥാർത്ഥത്തിൽ രാജ്യദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഇനി നമുക്ക് ഡോക്ടർ ചിന്താ ജെറോമിലേക്കൊന്ന് പോവാം. ഡോക്ടർ ചിന്താ ജെറോമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, വായിച്ചേൽപ്പിക്കാം. ഈ ഡോക്ടറേറ്റ് എങ്ങനെ ആര് ഭരിക്കുമ്പോ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. നമുക്ക് ഏതായാലും വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. നീറ്റ് പരീക്ഷ അഴിമതിക്കെതിരെ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും നയിച്ച ഉജ്ജ്വലമായ പോരാട്ടത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് പരീക്ഷകളെ അഴിമതിയിൽ മുക്കി വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുവാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വിദ്യാർത്ഥി യുവജന പോരാളികൾ നടത്തിയ ഉജ്ജ്വലമായ സമരത്തിന്റെ വിജയമാണ്. ഈ സമരത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ പോരാളികളെയും DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിവാദ്യം ചെയ്യുന്നു. നമ്മൾ ജയിച്ചു. ഒരൊറ്റ കാര്യം, ഡോക്ടർ ചിന്താ ജെറോമും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും, അതായത് കോൺഗ്രസും ഇടതുപക്ഷവും തള്ളിയിട്ട് ആര് ജയിക്കുമോ അവർ ക്രെഡിറ്റ് എടുക്കുമ്പോഴും ഇവർ തമ്മിൽ തല്ലുകൂടട്ടെ. എന്നിട്ട് ആരാണ് ഇത് വിജയിപ്പിച്ചത് എന്ന് പുറത്തു നിന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ എന്ത് പറയും എന്നും നോക്കാം. നാണമില്ല ഇടതുപക്ഷത്തിനും ഈ പറയുന്ന കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ആളുകൾക്ക്. നിങ്ങളൊന്നും ഒരു നയാ പൈസക്കും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടാ ഈ രാജ്യത്ത് പുതിയൊരു പാർട്ടി ഉണ്ടായിട്ടുള്ളത്. ആ പാർട്ടി ചെയ്ത സമരത്തെ ജനാധിപത്യപരമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്വീകരിച്ചത്, അതും ഈ രാജ്യത്തെ മഹത്തായ ജനാധിപത്യത്തിന്റെ സുന്ദരമായ കാഴ്ചയാ. മോദി പിന്നോട്ട് നടന്നു, മോദി തോറ്റുകൊടുത്തു, മോദി പിന്നോട്ട് വെച്ചു എന്നൊക്കെ പറയുന്നവരോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിൽ ഈ ചടുല നീക്കം എന്ന് പറയുന്നത് മോദി തോറ്റുകൊടുത്തെന്നോ മോദി പിന്നോട്ട് നടന്നെന്നോ ഒന്നുമല്ല. ഇത് കൃത്യമായ പൊളിറ്റിക്കൽ തന്ത്രം തന്നെയാ. ഇതൊരു ചുവടുവെപ്പ് വേക്കോട്ട് വെച്ചതല്ല, ഇതൊരു തോൽവിയല്ല, ഇതൊരു 100% വിജയിച്ചൊരു ശക്തമായ ഒരു ചുവടുവെപ്പാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ളത്. അതിന്റെ റിസൾട്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് മനസ്സിലാവണമെങ്കിൽ 2029 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ രാഷ്ട്രീയ എതിരാളികൾക്ക്, വിവരമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. 1000 തവണ ഞാൻ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു, ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയമാണ്. രാഷ്ട്രീയത്തിൽ തോൽവികളോ പിന്നോട്ടടിയോ അല്ല, ഓരോ നീക്കവും തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങൾ കൃത്യമായിട്ട് മെനയാൻ അറിയുന്നത് കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെ 3ാം ടേമും രാജ്യം ഭരിക്കുന്നത് എന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുതൽ ഈ ചിന്താ ജെറോം മുതൽ കേരളത്തിലെ ഇടതനും വലതനും കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിഞ്ഞോളൂ. 4ാം മോദി സർക്കാർ ലോഡ് ചെയ്തു തുടങ്ങി എന്നുള്ളതും കൃത്യമായിട്ട് രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളും തിരിച്ചറിഞ്ഞോളൂ.